വിശപ്പിന് വല്ലാത്തൊരു സാധ്യതയുള്ള സമയമാണ്. അതുകൊണ്ട് ഭക്ഷണം ഇപ്പോൾ തന്നെ കഴിക്കണമെന്ന തോന്നലാ. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ എത്ര വലിയ യാത്രക്കാരാണെങ്കിലും പലപ്പോഴും ജംആക്കാൻ നമ്മൾ നിൽക്കാറില്ല അല്ലേ? രാവിലത്തെ ഭക്ഷണം ഉച്ചക്ക് കഴിക്കാം, ഉച്ചക്കത്തെ ഭക്ഷണം വൈകുന്നേരം കഴിക്കാം, അല്ലെങ്കിൽ വൈകുന്നേരത്തതും രാത്രിയത്തൊക്കെ ഒന്നിച്ച് കഴിക്കാം യാത്രയിൽ എന്ന് നമ്മൾ കരുതാറില്ല. നിസ്കാരത്തിന് അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. ലോഹർ നിസ്കാരം അസറിലേക്ക് ജമ്മാക്കാൻ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ മഗ്രിബ് നിസ്കാരം ഇശായിലേക്ക് ജമ്മാക്കാൻ ഓപ്ഷൻ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ലോഹർ നിസ്കാരവും അസർ നിസ്കാരവും യാത്രക്കാരന്റെ ദൈർഘ്യമുണ്ടെങ്കിൽ അവന് നിസ്കാരം ഒന്നിച്ച് നിസ്കരിക്കാനുള്ള അവസരമുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. അവിടെ 132 കിലോമീറ്ററിന്റെ മേലെ വേണമെങ്കിൽ അവനക്ക് അതാ ജംആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഖസറാക്കാനും യാത്രക്കാരന്റെ നിർവാഹമുണ്ട്. പക്ഷേ ഈമാനുള്ള വിശ്വാസികളെ ഒരിക്കലും അസർ നിസ്കാരത്തെ മഗ്രിബിലേക്ക് ജംആക്കാൻ നിർവാഹമില്ല. അതെല്ലാവർക്കും അറിയുന്ന മസാലയാണ്. പിന്നെന്തിനാ മുസ്ലിയാരെ പറയുന്നത് എന്ന് തോന്നും. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളെ കൂടെ യാത്രക്ക് ഇങ്ങനെ തിരിക്കുമ്പോ അയാളോട് ഞാൻ പറഞ്ഞു, നമുക്ക് മഗ്രിബ് നിസ്കരിക്കാൻ ഇന്ന സ്ഥലത്തെത്തും. അപ്പൊ ഇയാള് പറയാണ്, മഗ്രിബ് നിസ്കാരത്തിന് മാത്രമല്ല അവർക്ക് അസറും കൂടി അവിടെ എത്തിയിട്ട് നിസ്കരിക്കാം. ഞാൻ ചോദിച്ചാൽ അതെങ്ങനെയാണ് അസർ നിസ്കരിക്കല്? അപ്പൊ ഇയാള് പറയാണ്, അസർ നിസ്കാരത്തെ ഞാൻ മഗ്രിബിലേക്ക് ജമ്മാക്കിയതാണ്, രണ്ടും ഇൻഷാ അല്ലാഹ് നമുക്ക് മഗ്രിബിന്റെ കൂടെ നിസ്കരിക്കാം. അപ്പൊ ഇയാള് പറയാണ്, ഞാൻ അയാളോട് പറഞ്ഞു, അങ്ങനെ ഒരു ജമ്മില്ല, ലോഹർ നിസ്കാരം അസറിലേക്ക് മഗ്രിബിനെ ഇശായിലേക്ക് ഇങ്ങനെ ഓപ്ഷൻ ഉള്ളൂ. അങ്ങനെയല്ലാതെ മഗ്രിബ് നിസ്കാരത്തിലേക്ക് അസർ ജമാക്കുന്ന പരിപാടിയില്ല. അപ്പൊ ഇയാൾ പറയും, നിങ്ങൾക്ക് അറിയാത്തോണ്ട് ഞങ്ങൾ ബാപ്പാനോട് ചോദിച്ചാൽ മതി, ബാപ്പാക്ക് അറിയാതെ. ഞാൻ പറഞ്ഞത് ബാപ്പാനോടല്ല, ഇനി ഒരു പ്രവാചകനോട് ചോദിച്ചാൽ തന്നെ അത് കിട്ടൂല. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. മഗ്രിബ് നിസ്കാരത്തിലേക്ക് അസർ നിസ്കാരം ജമ്മാക്കാനുള്ള ഒരു വകുപ്പില്ല. പിന്നെ മഗ്രിബ് നിസ്കാരം ഇല്ല എന്ന് പറയുന്ന ചങ്ങായിമാരുണ്ട്, അല്ല പിന്നെ കാണാൻ തന്നെ കിട്ടിയിട്ടില്ല. അതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ലോഹർ നിസ്കാരത്തിനെ അസറിലേക്ക് കൊണ്ടുപോയി ജമ്മാക്കുന്ന പരിപാടി, അങ്ങനെ ഒരു പരിപാടി ഇസ്ലാമിലില്ല. അതുപോലെ ഇശാഇ നിസ്കാരത്തെ സുബഹിയിലേക്ക് ജമ്മാക്കാനുള്ള പരിപാടിയില്ല. സുബഹി നിസ്കാരത്തെ ലോഹറിലേക്ക് കൊണ്ടുപോയി ജമ്മാക്കിയിട്ട് കൊടന്നിറങ്ങാന്ന് വിചാരിക്കരുത്. അങ്ങനെ ഒരു ജമ്മില്ല. ലോഹർ നിസ്കാരം അസറിലേക്ക് ജമ്മാക്കാനുള്ള വകുപ്പുണ്ട്. അതുപോലെ മഗ്രിബിനെ ഇശായിലേക്ക് ജമ്മാക്കാനുള്ള വകുപ്പുണ്ട്. അതേ സ്ഥാനത്ത് ഖസറാക്കൽ സുന്നത്താണ്, ജംആക്കൽ സുന്നത്തില്ല. പരമാവധി എടുക്കണം എന്ന് നിർബന്ധം ഇസ്ലാമിലില്ല. യാത്രക്കൊരാൾക്ക് സൗകര്യമാണെങ്കിൽ ശാഫി മദ്ഹബിൽ ജംആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ശാഫി മദ്ഹബല്ലാത്ത ചില മദ്ഹബുകളിൽ അങ്ങനെ ജംആക്കാനുള്ള വകുപ്പ് തന്നെ ഇല്ല. അതുകൊണ്ട് ജംആക്കണ്ടെന്നല്ല, നമ്മൾ ശാഫി മദ്ഹബുകാരാണെങ്കിൽ ജംആക്കാനുള്ള വകുപ്പുണ്ട്. ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. സ്ഥാനത്ത് അസർ നിസ്കാരത്തെ മഗ്രിബ് നിസ്കാരത്തിലേക്ക് ജംആക്കുന്നൊരു മദ്ഹബ്, അങ്ങനെ ഒരു മദ്ഹബേ ഇല്ല. അതൊരു ബാപ്പനോടും ചോദിച്ചാൽ കിട്ടൂല, ഒരു ഉപ്പാപ്പാനോടും ചോദിച്ചാൽ കിട്ടൂല. കാരണം ഇസ്ലാമിൽ അങ്ങനെ ഒരു ജംഅേ ഇല്ല. മഗ്രിബ് നിസ്കാരത്തെ ഖസറാക്കുന്ന പരിപാടിയില്ല. ഖസറാക്കാന്ന് ചുരുക്കുക എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ലോഹർ നിസ്കാരത്തെ യാത്രക്കാരന് രണ്ടാക്കി ചുരുക്കാനുള്ള വകുപ്പുണ്ട്. അസർ നിസ്കാരത്തെ രണ്ടാക്കി യാത്രക്കാരന് ചുരുക്കാനുള്ള വകുപ്പുണ്ട്. അതുപോലെ മഗ്രിബ് നിസ്കാരത്തെ ചുരുക്കിയിട്ട് രണ്ടാക്കാനുള്ള പരിപാടിയില്ല. അതുപോലെ സുബഹി നിസ്കാരത്തെയും ചുരുക്കാനുള്ള വകുപ്പില്ല. സുബഹിയാകുമ്പോ ഒരു റക്അത്ത് മതിയാകൂലേ, അതിൽ ഒന്നാമത്തെ റക്അത്തിലാണോ ഖുനൂത്ത് ഓതേണ്ടത് എന്ന് ചോദിക്കരുത്. സുബഹി നിസ്കാരം ഖസറാക്കാനുള്ള വകുപ്പില്ല, ചുരുക്കാനുള്ള വകുപ്പില്ല. സുബഹി നിസ്കാരം എത്ര വലിയ യാത്രക്കാരനാണെങ്കിലും, ഏത് സമയത്തെത്തിയവനാണെങ്കിലും, എത്ര ലേറ്റ് ആയിട്ട് കിടന്നുറങ്ങിയവനാണെങ്കിലും സുബഹി നഷ്ടപ്പെടുത്താൻ നിർവാഹമില്ല. സുബഹി മാത്രാണോ? അല്ല, ഒരു നിസ്കാരവും നഷ്ടപ്പെടുത്താനുള്ള വകുപ്പ് ഒരു നിലക്കും ഇസ്ലാമിലില്ലേ ഇല്ല. എത്ര വലിയ പ്രയാസപ്പെടുന്നവർ നിസ്കരിച്ചോളണം. മുസ്ലിയാരെ അപ്പൊ തീരെ എഴുന്നേൽക്കാൻ പറ്റാത്തവനാണോ? തീരെ എഴുന്നേറ്റിരിക്കാൻ പറ്റാത്തവനാണോ? കിടന്ന സ്ഥലത്ത് വെച്ച് നിസ്കരിച്ചോളണം. കിടന്ന സ്ഥലത്ത് നിന്നും ശരീരത്തെ അനക്കാൻ കഴിയാത്തവനാണോ? അവന്റെ കണ്ണുകൊണ്ടെങ്കിലും നിസ്കരിച്ചോളണം. അങ്ങനെ അല്ലാതെ ഇസ്ലാമിൽ നിസ്കാരത്തെ നഷ്ടപ്പെടുത്താനുള്ളൊരു വകുപ്പ്, അങ്ങനൊരു വകുപ്പില്ലേ ഇല്ല. ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിൽ നടക്കുന്ന പ്രതിരോധങ്ങളാണെങ്കിൽ പോലും ആ പ്രതിരോധത്തിൽ പോലും അവന് നിസ്കാരം നഷ്ടപ്പെടുത്താനുള്ള നിർവാഹമില്ല എന്ന് ഞാൻ
പറഞ്ഞത്. നിസ്കാരത്തെ നഷ്ടപ്പെടുത്താനുള്ള വകുപ്പുകളില്ല. അതുകൊണ്ട് ഞാൻ എന്റെ ഉമ്മമാരോട് പറയുന്നു, അലക്കുന്നതിന്റെ പേരിലോ വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കിയതിന്റെ പേരിലോ വീട് കഴുകി വൃത്തിയാക്കിയതിന്റെ പേരിലോ വീട്ടിലെ ഇത്തരം എന്തെങ്കിലും ജോലിക്കാരണത്തിന്റെ പേരിലോ ഉമ്മമാരെ ലോഹറ് നഷ്ടപ്പെടുത്താൻ നിർവാഹമില്ല. ഒരു നിസ്കാരവും നഷ്ടപ്പെടുത്താൻ നിർവാഹമില്ല. കാരണം നിസ്കാരം എന്ന് പറയുന്നത് ഒരു മുസ്ലിമാണോ അവന്റെ ജീവിതത്തിൽ ഫർള് ഐനായ കാര്യമാണ്. അത് ബാപ്പ നിസ്കരിച്ചത് കൊണ്ട് മകൻ രക്ഷപ്പെടൂല, മകൻ നിസ്കരിച്ചത് കൊണ്ട് ബാപ്പയും രക്ഷപ്പെടൂല, അല്ലെങ്കിൽ ഭർത്താവ് നിസ്കരിച്ചത് കൊണ്ട് ഭാര്യ രക്ഷപ്പെടൂല, ഭാര്യ നിസ്കരിച്ചത് കൊണ്ട് ഭർത്താവും രക്ഷപ്പെടൂല. ഓരോരുത്തരും ജീവിതത്തിൽ നിർബന്ധമായി ചെയ്യുന്ന കർമ്മമാണ്. അവിടെ ഒരു വിട്ടുവീഴ്ചയുമില്ല. ഇത് ഇല്ലാത്തവനാണോ അവന്റെ രക്തത്തിന് പോലും ഇസ്ലാമിക ഭരണകൂടമാണെങ്കിലും അവിടെ വില കൽപ്പിക്കാനില്ല. എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാത്തവനെ നമ്മൾ പോയി കൊന്നു കളയണം എന്നല്ല. അങ്ങനെ ആരെങ്കിലും കൊണ്ടുപോയി ഇത് വളച്ചൊടിക്കരുത്. അതേ സ്ഥാനത്ത് ഇസ്ലാമിക ഭരണകൂടമുള്ള സ്ഥലമാണെങ്കിൽ നിസ്കരിക്കാത്തവന്റെ കാര്യത്തിൽ വലിയ ബേജാറ് തന്നെയാണ്. ഇരിക്കട്ടെ, ഞാനിപ്പോ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. നിസ്കാരം എന്ന് പറയുന്നത് ഓരോരുത്തരും നിർബന്ധമായ ഒരു മുസ്ലിമാണോ അവന്റെ ജീവിതത്തിൽ കൈയൊഴിക്കാൻ പറ്റാത്ത അമലാണ്. ഇരിക്കട്ടെ, ഇടയ്ക്ക് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. ഞാൻ എന്താ പറഞ്ഞു വന്നത് ഓർമ്മയുള്ളൂ. മനുഷ്യന്റെ റിസ്കിന്റെ കാര്യത്തിൽ, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ